നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ ഫസ്റ്റ് മോഡ്യൂളിലെ പോളിമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പോളിമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്നാണ് പോളിമേഴ്സ് ആദ്യമായിട്ട് മനുഷ്യൻ ഉപയോഗിച്ച് തുടങ്ങിയത്? പോളിമേഴ്സിൻ്റെ ഒരു ഇറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മാൻമെയ്ഡ് പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചതോടെയാണ്. ഫസ്റ്റ് മാൻമെയ്ഡ് പ്ലാസ്റ്റിക് ഏതാണ്? അത് പാർക്കസൈൻ ആണ്. പാർക്കസൈൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ പാർക്സ് ആണ് 1856. അപ്പോൾ ഈ പാർക്കസൈൻ ഡെവലപ്പ് ചെയ്ത ആരാണ്? അലക്സാണ്ടർ പാർക്സ് 1856. പാർക്കസൈൻ എന്ന് പറയുന്നതിൻ്റെ ജനറിക് നെയിം എന്താണ്? സെല്ലുലോയിഡ് ആണ്. സെല്ലുലോയിഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? സെല്ലുലോസിനെ നൈട്രിക് ആസിഡും ഒരു സോൾവെൻറ്റും വെച്ച് ട്രീറ്റ് ചെയ്തിട്ടാണ് സെല്ലുലോയിഡ് ഉണ്ടാക്കിയത്. സെല്ലുലോയിഡ് എന്ന് പറയുന്ന സാധനം മസ്റ്റ് മാൻമെയ്ഡ് പ്ലാസ്റ്റിക് ആയ പാർക്കസൈൻ ആണ്. പാർക്കസൈൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ പാർക്സ് 1856. അന്ന് മുതലാണ് ശരിക്കും പോളിമേഴ്സിൻ്റെ ഒരു ഇറ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഇങ്ങോട്ട് പലതരം പോളിമേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പലതരം പോളിമേഴ്സ് നമ്മൾ ലൈഫിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നുമുണ്ട്. ഈ പോളിമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി പോളിമർ എന്ന് പറയുന്നത് മാക്രോ മോളിക്യൂളാണ്, വലിയ മോളിക്യൂൾസ് ആണ്. ഈ വലിയ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ചെറിയ 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 യൂണിറ്റ്സ് റിപ്പീറ്റ് ചെയ്തിട്ടാണ്. അപ്പം സ്മോൾ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ട്. ഈ സ്മോൾ റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് മോണോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം പോളിയെത്തിലീൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്താ? പോളിയെത്തിലീൻ്റെ മോണോമർ എത്തിലീനാണ്. എത്തിലീനാണ് പോളിയെത്തിലീൻ്റെ മോണോമർ എന്ന് പറയുന്നത്. അപ്പം അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന മാക്രോ മോളിക്യൂൾസ് ആണ് ഏതെന്ന് പറയുന്നത്? പോളിമർ എന്ന് പറയുന്നത്. മോണോമേഴ്സ് റിപ്പീറ്റ് ചെയ്തുണ്ടാകുന്ന മാക്രോ മോളിക്യൂൾസ് ആണ് പോളിമർ എന്ന് പറയുന്നത്. അപ്പം പോളിമേഴ്സിന് എക്സാമ്പിളാണ് പോളിയെത്തിലീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, PVC. ഇതൊക്കെ പോളിമേഴ്സിന് എക്സാമ്പിളാണ്. സോ മോണോമേഴ്സ് എന്താണ്? സ്മോൾ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണ് മോണോമേഴ്സ്. അത് റിപ്പീറ്റ് ചെയ്താണ് എന്തുണ്ടാവുന്നത്? പോളിമേഴ്സ് ഉണ്ടാവുന്നത്. ഇനി എന്താണ് ഈ പോളിമറൈസേഷൻ? പോളിമറൈസേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ പ്രോസസ്സാണ്. മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് പോളിമർ ആവുന്ന കെമിക്കൽ പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് മോണോമേഴ്സിനെ കൺവേർട്ട് ചെയ്ത് പോളിമേഴ്സ് ആക്കുന്ന ആ ഒരു കെമിക്കൽ പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ എന്താ? ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഇൻ എ പോളിമർ. ഒരു പോളിമറിനകത്ത് എത്ര റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ട്, ആ ടോട്ടൽ നമ്പറിനെയാണ് ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. സോ DP എന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ ആണ്. എന്താണ് ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ? ഒരു പോളിമറിനകത്ത് എത്ര റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് അല്ലെ എത്ര മോണോമേഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. പോളിമേഴ്സിനെ നമുക്ക് പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് സോഴ്സ് ഓഫ് ഒറിജിൻ്റെ ബേസിൽ. എന്തിൽ നിന്നാണ് സോഴ്സ്, ബേസിക് ആയിട്ടുള്ള സോഴ്സ് എന്താണ് എന്നുള്ളതിൻ്റെ ബേസിൽ നമുക്കതിനെ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പം ആ ക്ലാസിഫിക്കേഷനകത്ത് ഏതൊക്കെ വരും? നാച്ചുറൽ പോളിമേഴ്സും ഉണ്ട്, സിന്തറ്റിക് പോളിമേഴ്സും ഉണ്ട്. എന്താണ് ഈ നാച്ചുറൽ പോളിമേഴ്സ്? നാച്ചുറൽ മെറ്റീരിയൽസിൽ നിന്നും നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സാണ് നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ മെറ്റീരിയൽസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സാണ് നാച്ചുറൽ പോളിമേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കോട്ടൺ, സിൽക്ക്, വൂള്, റബ്ബർ, സെല്ലുലോസ്, സ്റ്റാർച്ച്, പ്രോട്ടീൻ, ലെതർ, ഇതെല്ലാം നാച്ചുറൽ പോളിമേഴ്സാണ്. അതായത് നമുക്ക് നേച്ചറിൽ കാണാൻ പറ്റുന്ന സാധനങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ പോളിമേഴ്സിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയുള്ള പോളിമേഴ്സ് എല്ലാം നാച്ചുറൽ പോളിമേഴ്സാണ്. എക്സാമ്പിൾ ഓർത്തിരിക്കുക: കോട്ടൺ, സിൽക്ക്, വൂള്, റബ്ബർ, സെല്ലുലോസ്, സ്റ്റാർച്ച്, പ്രോട്ടീൻ, ലെതർ, ഇതെല്ലാം നാച്ചുറൽ പോളിമേഴ്സാണ്. എന്താണ് സിന്തറ്റിക് പോളിമേഴ്സ്? സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത് ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സിൽ നിന്നും നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സാണ് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സ് എടുത്തിട്ട് പോളിമറൈസേഷൻ റിയാക്ഷൻ നടത്തും. എന്നിട്ട് നമ്മൾ സിന്തസൈസ് ചെയ്യുന്ന പോളിമേഴ്സിനെയാണ് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിൾസ് ആണ് പോളിയെത്തിലീൻ, PVC, നൈലോൺ, പോളിസ്റ്റേഴ്സ്, ടെഫ്ലോൺ, പ്ലെക്സിഗ്ലാസ്. ഇതെല്ലാം സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ്. പോളിയെത്തിലീൻ, PVC, നൈലോൺ, പോളിസ്റ്റേഴ്സ്, ടെഫ്ലോൺ, പ്ലെക്സിഗ്ലാസ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഇതെല്ലാം സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ്.
അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് അതിൻ്റെ സ്ട്രക്ചറിനകത്ത് ഒരു ബാക്ക് ബോൺ ഏതാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഡിപ്പെൻഡ്സ് ഓൺ ബാക്ക് ബോൺ നമുക്ക് പോളിമേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഓർഗാനിക് എന്നും ഇനോർഗാനിക് എന്നും. ഓർഗാനിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ് പോളികാർബണേറ്റ്സ്. പോളികാർബണേറ്റ്സ് ഓർഗാനിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ്. ഇനോർഗാനിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ് സിലിക്കോൺ റബ്ബർ. സിലിക്കോൺ റബ്ബറൊക്കെ ഇനോർഗാനിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ്. അതായത് അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് കാർബൺ ആയിരിക്കത്തില്ല. സോ പോളിമേഴ്സിനെ അവരുടെ ബാക്ക് ബോൺ വെച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഓർഗാനിക്കും ഇനോർഗാനിക്കും. ഓർഗാനിക്കിന് എക്സാമ്പിളാണ് പോളികാർബണേറ്റ്സ് ഒക്കെ, ഇനോർഗാനിക്കിന് എക്സാമ്പിളാണ് സിലിക്കോൺ റബ്ബർ എന്ന് പറയുന്നത്. ഇനി തെർമൽ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് പോളിമേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? ഒന്ന് തെർമോപ്ലാസ്റ്റിക്സും രണ്ടാമത്തത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും. തെർമോപ്ലാസ്റ്റിക്സിൻ്റെ പ്രത്യേകത എന്താണ്? ചൂടാക്കിയാൽ സോഫ്റ്റ് ആവും, തണുപ്പിക്കുമ്പം അത് സ്റ്റിഫാവും. ചൂടാക്കിയാൽ സോഫ്റ്റ് ആവും, തണുപ്പിക്കുമ്പോൾ സ്റ്റിഫാവും. അതാണ് തെർമോപ്ലാസ്റ്റിക്സ്. തെർമോപ്ലാസ്റ്റിക്സിനെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ചൂടാക്കി റീഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ചൂടാക്കുമ്പോൾ അത് സോഫ്റ്റ് ആവും, നമുക്കപ്പോൾ അതിനെ റീഷേപ്പ് ചെയ്യാം. എന്നിട്ട് കൂൾ ചെയ്യുമ്പോൾ എന്താവും? സ്റ്റിഫാവും. എന്നിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൂടാക്കിയിട്ട് റീഷേപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് തെർമോപ്ലാസ്റ്റിക്സ്. അതായത് ചൂടാക്കുമ്പോൾ ഒരിക്കലും കെമിക്കൽ പ്രോപ്പർട്ടീസ് അഫക്റ്റ് ആവുന്നില്ല. എക്സാമ്പിളാണ് പോളിയെത്തിലീൻ, PVC, നൈലോൺ, പ്ലെക്സി ഗ്ലാസ്, ടെഫ്ലോൺ, സീലിംഗ് വാക്സ്. ഇതെല്ലാം അപ്പം തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൂടാക്കി അതിനെ റീഷേപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പോളിയെത്തിലീൻ, PVC, നൈലോൺ, പ്ലെക്സി ഗ്ലാസ്, ടെഫ്ലോൺ, സീലിംഗ് വാക്സ്. ഇതെല്ലാം എക്സാമ്പിളാണ്. അതേസമയം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്താ? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കിയാൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. എന്നിട്ട് അതൊരു ഇൻഫ്യൂസിബിൾ മാസ്സായിട്ട് മാറും. എന്ന് വെച്ചാൽ എന്താണ്? ചൂടാക്കിയ സാധനം പിന്നീട് തണുക്കുമ്പം റിജിഡ് ആവും, ഹാർഡാവും, അത് ഇൻഫ്യൂസിബിൾ ആവും. അതായത് അതിനകത്ത് ക്രോസ് ലിങ്കിങ് നടക്കും. ചൂടാക്കുമ്പം അതിനകത്ത് ക്രോസ് ലിങ്കിങ് നടക്കും. പിന്നീട് അത് തണുത്ത് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ തന്നെ ഇരിക്കും. വീണ്ടും ചൂടാക്കി ഒരിക്കലും അതിനെ റീഷേപ്പ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ളതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഒരു തവണ ചൂടാക്കി അന്നേരം അത് ക്രോസ് ലിങ്കിങ് നടന്ന് എന്താവും? അത് ഇൻഫ്യൂസിബിൾ മാസ്സായിട്ട് മാറും. പിന്നീട് അതിനെ ചൂടാക്കി അതിനെ റീഷേപ്പ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ളതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, അതുപോലെ യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ, എപ്പോക്സി റെസിൻ. ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിന് എക്സാമ്പിളാണ് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ, എപ്പോക്സി റെസിൻ. അപ്പം തെർമോപ്ലാസ്റ്റിക്സും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും ഓർത്തിരിക്കുക. തെർമോപ്ലാസ്റ്റിക്സ് എത്ര തവണ വേണമെങ്കിലും ചൂടാക്കി റീഷേപ്പ് ചെയ്യാൻ പറ്റും. അതാണ് തെർമോപ്ലാസ്റ്റിക്സ്. എക്സാമ്പിള് പോളിയെത്തിലീൻ, PVC, നൈലോൺ, പ്ലെക്സി ഗ്ലാസ്, ടെഫ്ലോൺ, സീലിംഗ് വാക്സ്. അതേസമയം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആണെങ്കിൽ ചൂടാക്കുമ്പോൾ അവിടെ ക്രോസ് ലിങ്കിങ് നടക്കുന്നുണ്ട്, അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അന്നേരം അത് എന്തായിട്ട് മാറും? ഇൻഫ്യൂസിബിൾ മാസ്സായിട്ട് മാറും. വീണ്ടും ചൂടാക്കി അതിനെ റീഷേപ്പ് ചെയ്യാന്ന് പറയുന്നത് നടക്കത്തില്ല. ഒരു തവണ ചൂടാക്കിയാൽ അത് സെറ്റാവും. അങ്ങനെയുള്ളതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിന് എക്സാമ്പിളാണ് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ, എപ്പോക്സി റെസിൻ. ഈ പറയുന്നതൊക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പോളിമറൈസേഷൻ മെക്കാനിസം അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ്. പോളിമറൈസേഷൻ മെക്കാനിസം അനുസരിച്ച് നമുക്ക് പോളിമേഴ്സിനെ രണ്ടായിട്ട് തിരിക്കാം. അതായത് അഡീഷൻ പോളിമേഴ്സും അതുപോലെ കണ്ടൻസേഷൻ പോളിമേഴ്സും. അഡീഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ വഴി ഫോം ചെയ്യുന്നതാണ് അഡീഷൻ പോളിമേഴ്സ്. എന്താ ഈ അഡീഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ? അഡീഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് മോണോമേഴ്സ് തന്നെ ആഡപ്പ് ആവും. അൺസാച്ചുറേറ്റഡ് മോണോമേഴ്സിൻ്റെ സെൽഫ് അഡീഷൻ കാരണമുള്ളതാണ് അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡീഷൻ പോളിമറൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ബൈ പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല, ബൈ പ്രോഡക്റ്റ് ഒന്നും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പം അൺസാച്ചുറേറ്റഡ് മോണോമേഴ്സ് തന്നെ ആഡപ്പായി നടക്കുന്നതാണ് അഡീഷൻ പോളിമറൈസേഷൻ. ഇവിടെ ബൈ പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല, ബൈ പ്രോഡക്ട്സിൻ്റെ എലിമിനേഷൻ നടക്കുന്നില്ല. അഡീഷൻ പോളിമേഴ്സിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് മോണോമർ ഒരു ടൈപ്പ് മോണോമർ മാത്രമേ ഉള്ളെങ്കിൽ ഹോമോ പോളിമർ എന്ന് വിളിക്കാം. ഒരു ടൈപ്പ് മോണോമർ മാത്രമേ ഉള്ളെങ്കിൽ ഹോമോ പോളിമർ എന്ന് വിളിക്കാം. അതല്ലാതെ
ഒന്നിൽ കൂടുതൽ ടൈപ്പ് മോണോമർ ഉണ്ടെങ്കിൽ കോ പോളിമർ എന്നും വിളിക്കാം. സോ അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് മോണോമേഴ്സ് തന്നെ ആഡപ്പ് ആവുന്നതാണ്. അവിടെ എലിമിനേഷൻ ഓഫ് ബൈ പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. അത് തന്നെ ഒരു ടൈപ്പ് മോണോമറേ ഉള്ളെങ്കിൽ ഹോമോ പോളിമർ എന്നും ഒന്നിൽ കൂടുതൽ ടൈപ്പ് മോണോമർ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് കോ പോളിമർ എന്നും. അഡീഷൻ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ് പോളി എത്തിലീനും പോളി പ്രൊപ്പിലീനും. അഡീഷൻ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ് പോളി എത്തിലീനും പോളി പ്രൊപ്പിലീനും. കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്താണ്? കണ്ടൻസേഷൻ പോളിമേഴ്സ് ഉണ്ടാവുന്ന പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടൻസേഷൻ പോളിമറൈസേഷനകത്ത് ഇന്റർമോളിക്കുലാർ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇന്റർമോളിക്കുലാർ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കും. അങ്ങനെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടന്നിട്ടുണ്ടാവുന്നതാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ്റെ ഒരു പ്രത്യേകത, അവിടെ ബൈ പ്രോഡക്റ്റിൻ്റെ എലിമിനേഷൻ നടക്കുന്നുണ്ട്. വാട്ടർ മോളിക്യൂൾസ് പോലെയുള്ള ബൈ പ്രോഡക്റ്റിൻ്റെ എലിമിനേഷൻ നടക്കുന്നുണ്ട്. കണ്ടൻസേഷൻ പോളിമറൈസേഷനകത്ത് വാട്ടർ മോളിക്യൂൾ പോലെയുള്ള ബൈ പ്രോഡക്ട്സിൻ്റെ എലിമിനേഷൻ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ റിയാക്ഷൻ സാധാരണ കാറ്റലൈസ് ചെയ്യുന്നത് ആസിഡ് അല്ലെങ്കിൽ ആൽക്കലിയാണ്. ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് സ്ലോലി ആയിരിക്കും. മോളിക്കുലാർ വെയിറ്റ് കുറവായിരിക്കും, ലോ മോളിക്കുലാർ വെയിറ്റ് ആയിരിക്കും. അതുപോലെ അവർക്ക് ഹീറ്റ് വേണം. കണ്ടൻസേഷൻ പോളിമേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നൈലോൺ ഉണ്ട്, പോളിസ്റ്റർ ഉണ്ട്, ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ ഉണ്ട്, യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ ഉണ്ട്. സോ കണ്ടൻസേഷൻ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ് നൈലോൺ, പോളിസ്റ്റർ, ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ. ഇതൊക്കെ കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ABS ആണ്. സോ താങ്ക് യു.